PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകളുടെ സമയം നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ 6 ക്ലാസ്സുകളുടെ സമയം ഞാനൊന്ന് പറയാം. ആദ്യത്തെ ക്ലാസ് വരുന്നത് കാലത്ത് 6 മണിക്കാണ്. അത് കഴിഞ്ഞ് 9 മണിക്കൊരു ക്ലാസ് വരുന്നുണ്ട്. ദെൻ 12 മണിക്കൊരു ക്ലാസ്, അത് കഴിഞ്ഞ് 3 മണിക്കൊരു ക്ലാസ് വരുന്നുണ്ട്. ദെൻ രാത്രി 8 മണിക്കൊരു ക്ലാസ്, അത് കഴിഞ്ഞ് 10:30-ക്കൊരു ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അതിൽ രാത്രി 8 മണിയുടെയും 10:30-യുടെയും ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്. അതിൽ 8 മണിക്ക് നമ്മൾ ചെയ്യുന്നത് PYQ ഡിസ്കഷൻ ആണ്. 10:30-ക്കുള്ള ക്ലാസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ബാക്കി 6 മണിയുടെയും 9 മണിയുടെയും 12 മണിയുടെയും 3 മണിയുടെയും ഈ പറയുന്ന 4 ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ് ആണ് നൽകുന്നത്. അതിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, SCRT, NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ 4 ക്ലാസ്സുകളിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് 6 ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സാറ്റർഡേ, ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മണിക്ക് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. കൂടാതെ മാസത്തിൽ ഒരു തവണ നമ്മൾ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ 100 മാർക്കിൻ്റെ പരീക്ഷയായിട്ട് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് പോലും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ചു വരിക. ഫെബ്രുവരി 10-ാം തീയതി മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ദിവസം മുതലുള്ള ക്ലാസ് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ് നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്ന് നമ്മളെ പിന്തുടർന്ന് വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. റിവിഷൻ ടൈമിൽ ആ നോട്ട്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ജിയോമെട്രിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ട്രയാങ്കിൾ, 2-3 ടൈപ്പിലുള്ള ട്രയാങ്കിൾ പഠിച്ചു, ചതുരം പഠിച്ചു, അല്ലെ റെക്റ്റാങ്കിൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സർക്കിളാണ്. വൃത്തം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ വൃത്തം എന്ന് പറയുന്ന ഭാഗം എങ്ങനെ വളരെ വ്യക്തമായിട്ട് പഠിക്കാം എന്നുള്ളത് നമുക്ക് ക്ലാസ്സിലൂടെ നോക്കാം. സർക്കിൾ അഥവാ വൃത്തത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബേസിക് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ബേസ് മുതൽ ഒട്ടും അറിയാത്തവർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നോക്കുക, ഇത് ഒരു സർക്കിളാണ് അല്ലേ? അപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ വൃത്തം എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും എന്താണ്, ഒരു കേന്ദ്രം ഉണ്ടാവും അല്ലെ? വൃത്തത്തിന് ഒരു കേന്ദ്രം ഉണ്ടാവും. അപ്പോൾ ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് വെച്ചാൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് O എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ഓക്കെ, വൃത്തത്തിന്റെ കേന്ദ്രം O ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതൊരു പോയിന്റിലോട്ടും വരയ്ക്കുന്ന വരയാണ് നമ്മൾ പറയുന്നത് റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഓക്കെ, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഏതൊരു ഭാഗത്തേക്കും വരയ്ക്കുന്ന ഏതൊരു പോയിന്റിലോട്ടും, വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കേന്ദ്രത്തിൽ നിന്നും വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത് റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആരം. നമ്മൾ R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. എന്താണ്? റേഡിയസ്. റേഡിയസ് അഥവാ മലയാളത്തിൽ ആരം എന്ന് പറയും. ഓക്കെ, O എന്തായിരുന്നു? വൃത്തത്തിന്റെ കേന്ദ്രമാണ്. R എന്ന് പറയുന്നത് റേഡിയസ് അഥവാ ആരമാണ്. 6 കിട്ടിയോ? ഇനി ശ്രദ്ധിക്കുക, ഈ കേന്ദ്രത്തിലൂടെ വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈൻ തന്നെ ഇങ്ങനെ വരച്ചു പോവുകയാണെങ്കിൽ, ഇപ്പൊ ഇത് റേഡിയസ് ഞാൻ വരച്ചു, അതിന്റെ മേലെ കൂടെ തന്നെയാണ്, ഇത്തിരി വളഞ്ഞിട്ടൊക്കെ ഉണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ റേഡിയസിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് വ്യാസം. എന്താണ്?
വ്യാസം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഈ വരകളെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞു. വൃത്തത്തിൻ്റെ ഈ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് നമ്മൾ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ഈ വരയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വ്യാസം അഥവാ ഡയമീറ്റർ? ഓക്കെ, ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്ററിനെ നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റേഡിയസും പഠിച്ചു, വ്യാസവും പഠിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും ഒരു പോയിന്റിലോട്ട്, വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടും വരയ്ക്കുന്ന ഈ പോയിന്റിനെ ഇതും എന്താണ്? റേഡിയസ് തന്നെയാണ് അല്ലെ? അപ്പോൾ ഇതും ഒരു റേഡിയസ് ആണ്, ഇതും ഒരു റേഡിയസ് ആണ്. അത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് അത് എന്തായത്? ഡയമീറ്റർ ആയത് അല്ലെങ്കിൽ വ്യാസമായത് അല്ലെ? ഇത് ഒരു ആരമാണ്, ഇതും ഒരു ആരമാണ്. ഈ രണ്ട് ആരങ്ങളും കൂടെ ചേർന്നതല്ലേ എന്ത്? വ്യാസം എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയെ ആരം എന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത ഒരു പോയിന്റിലോട്ട് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന വരയെ വ്യാസം എന്ന് പറയുമെങ്കിൽ ഇത് ആരമാണ്, ഇതും ആരമാണ്. അപ്പൊ രണ്ട് ആരങ്ങളും കൂടെ ചേർന്നതാണ് എന്ത്? വ്യാസം അല്ലേ? അപ്പോൾ രണ്ട് ആരങ്ങൾ ചേർന്നതാണ് എന്ത്? വ്യാസം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആരം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണ് അല്ലേ? ആരം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും അല്ലെ? ഒരു വൃത്തം എടുത്താൽ അതിന് ഒരേ ഒരു ആരമേ ഉണ്ടാവുള്ളൂ. ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 10 സെന്റിമീറ്റർ ആയിരിക്കും. ആരം എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ റേഡിയസ് 10 ആണെങ്കിൽ വ്യാസം എത്രയായിരിക്കും? ഡയമീറ്റർ എത്രയായിരിക്കും? ആരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ആരങ്ങൾ ചേർന്നതാണ് വ്യാസം. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ വ്യാസം എത്രയാണ്? 20 സെന്റിമീറ്റർ അല്ലെ? അപ്പോൾ റേഡിയസ് 10 ആണോ? വ്യാസം എത്രയാണ്? 20. റേഡിയസ് 5 ആണെങ്കിൽ വ്യാസം എത്രയാണ്? 10 അല്ലെ? അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റേഡിയസിന്റെ ഇരട്ടിയാണ് എന്ത്? വ്യാസം. അല്ലെങ്കിൽ നമുക്ക് പറയാം വ്യാസത്തിന്റെ പകുതിയാണ് റേഡിയസ് അഥവാ ആരം എന്ന് പറയാം. അപ്പൊ നമുക്ക് ആരം തന്നാൽ വ്യാസം കാണാനും വ്യാസം തന്നാൽ ആരം കാണാനും അറിയാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തറവായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക, റേഡിയസിന്റെ ഇരട്ടിയാണ് വ്യാസം, വ്യാസത്തിന്റെ പകുതിയാണ് എന്ത്? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണാനും ചുറ്റളവ് കാണാനുമുള്ള ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവ് അല്ലെ? പരപ്പളവ്, വിസ്തീർണം, ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തുള്ള ഇത്രയും ഭാഗം, ഇതിന്റെ അളവിനെയാണ് നമ്മൾ വിസ്തീർണം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള അളവാണ്, പരപ്പളവാണ്. ഓക്കെ, അതാണ് വിസ്തീർണം. അപ്പോൾ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചിരിക്കുക. വിസ്തീർണം എ ആണ് അല്ലെ? ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. എന്താണ്? ഒരു വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ എന്താണ്? നമ്മൾ പഠിച്ചു, റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ് ആർ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പൈ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 22/7. ഓക്കെ, 22/7 അല്ലെങ്കിൽ ഇതിനെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.14 എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഏത് രീതിയിലാണോ തന്നിട്ടുള്ളത്, നമുക്ക് ഓപ്ഷനിൽ എന്താണോ ആൻസർ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കും പൈക്ക്. ഒന്നുകിൽ പൈയുടെ വില എന്താണ്? 22/7 ആണ്, അല്ലെങ്കിൽ പൈയുടെ വില എന്താണ്? 3.14 ആണ്. രണ്ടും സെയിം തന്നെയാണ്. 22/7 ചെയ്താൽ നമുക്ക് 3.14 സംതിങ് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ് 3.14. ഓക്കെ, അപ്പോൾ
ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണാനും ചുറ്റളവ് കാണാനും വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. കിട്ടിയോ? പൈ ആർ സ്ക്വയറിൽ ആറ് നമുക്കറിയാം റേഡിയസ് അഥവാ ആരമാണ്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 22/7 അല്ലെങ്കിൽ 3.14 ആണ്. ഓക്കെ, ഇനി ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയും. സർക്കിൾ അല്ലെ നമ്മൾ പഠിക്കുന്നത്. സർക്കിളിന്റെ കേസിൽ പറയുവാണെങ്കിൽ ചുറ്റളവിനെ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, വൃത്തപരിധി എന്നാണ് പറയുന്നത്. വൃത്തപരിധി അഥവാ ചില ബുക്കുകളിലൊക്കെ ചുറ്റളവ് എന്ന് കാണാം, ചിലതിൽ വൃത്തപരിധി എന്ന് തന്നാൽ നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ വൃത്തപരിധി അഥവാ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ത്രികോണം പഠിച്ചപ്പോൾ പഠിച്ചു ചുറ്റളവ്, ചുറ്റിലുമുള്ള അളവ്. അതായത് ത്രികോണമാണെങ്കിലും ചതുരമാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ചുറ്റിലുമുള്ള അളവ് ഇങ്ങനെ ലൈനാണ് അല്ലെ, സ്ട്രൈറ്റ് ലൈനാണ്, ഇത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് 3 വശങ്ങളും അല്ലെങ്കിൽ 4 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് അല്ലെ. സർക്കിള്, സെമി സർക്കിള്, ഓക്കെ, എലിപ്സ് അങ്ങനെയുള്ള കേസൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ളതാണ് വരും. അപ്പൊ കേർവ്ഡ് സർക്കിൾ ഷേപ്പിലുള്ളതായതുകൊണ്ട് നമ്മൾ അതിന് എന്താണ് പറയുന്നത്? സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാലും വൃത്തപരിധി എന്ന് പറഞ്ഞാലും ചുറ്റളവ് എന്ന് പറഞ്ഞാലും പെരിമീറ്റർ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവ് തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കാം. സർക്കംഫറൻസ് അല്ലെങ്കിൽ വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2πr. 2πr. ഓക്കെ, 2πr. 2 അവിടെ ഉണ്ട്. r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് അഥവാ ആരമാണ്. പൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്താണ്? 22/7 അല്ലെങ്കിൽ 3.14 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൃത്തത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒരു ചെറിയ കാര്യം കൂടെ ഓർത്തിരിക്കാം. ഞാൻ എന്താണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് ഞാൻ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോഡ് എന്ന് പറയും. CHORD, കോഡ് എന്ന് പറയും. ഞാൻ എന്ന് വെച്ചാൽ എന്താണ്? വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന എല്ലാ വരകളെയും നമുക്ക് ഞാൻ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഇതൊരു പോയിന്റ് ആണ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ അത് ഞാനാണ്. ഓക്കെ, വൃത്തത്തിന്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിലോട്ടൊരു ലൈൻ വരച്ചാൽ അതും ഞാനാണ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു വര വരച്ചാൽ അതും എന്താണ്? ഞാനാണ്. ഓക്കെ, അപ്പൊ വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരകളെ എല്ലാം നമുക്ക് എന്ത് പറയാം? ഞാൻ അഥവാ കോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ഒരു ഐഡിയ കിട്ടിയാലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഒരു വൃത്തം എടുത്താൽ ആ വൃത്തത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്, O എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതൊരു പോയിന്റിലോട്ടും വരയ്ക്കുന്ന വരയെ നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്ന് പറയും അഥവാ ആരം എന്ന് പറയും. അതുപോലെ തന്നെ വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്നത് കേട്ടോ, കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ആ വരയെയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. 2 ആരങ്ങൾ ചേർന്നതാണ് വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് 6 റേഡിയസ് 10 ആണെങ്കിൽ ഡയമീറ്റർ 20 ആയിരിക്കും, റേഡിയസ് 5 ആണെങ്കിൽ ഡയമീറ്റർ 10 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് വ്യാസത്തിന്റെ പകുതിയാണ് ആരം എന്ന് പറയാം. അതായത് വ്യാസം 30 ആണെങ്കിൽ ആരം എത്രയായിരിക്കും? 15 ആയിരിക്കും. വ്യാസം 8 ആണെങ്കിൽ ആരം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ആ കണക്ഷൻ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഏരിയ കാണാനും ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ അല്ലെ, വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 22/7 അല്ലെങ്കിൽ 3.14 ആണ് പൈയുടെ വാല്യൂ. ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ വൃത്തപരിധി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ്. പൈയുടെ വാല്യൂ പഠിച്ചു വെക്കുക. r എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഞാൻ എന്താണ് എന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ഏത് പോയിന്റിലോട്ടാണെങ്കിലും വരയ്ക്കുന്ന വരകളെ എല്ലാം നമുക്ക് എന്ത് പറയാം? ഞാൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം.
ആദ്യത്തെ ചോദ്യം നോക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ബേസിക് മുതൽ പഠിച്ചു പോകുന്നവർക്ക്, ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരവും വ്യാസവും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചുമ്മാ 4 നമ്പർ എഴുതിയിട്ട് എന്നേ ഉള്ളൂ. അപ്പോൾ കണക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കാം. ആരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ വ്യാസം എത്രയാണ്? നമ്മൾ പറഞ്ഞു 2 ആരങ്ങൾ ചേരുന്നതാണ് ഒരു വ്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ ആരത്തിന്റെ ഇരട്ടിയാണ് എന്ത്? വ്യാസം അല്ലെ? ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. അപ്പൊ ആരം 3 സെന്റിമീറ്റർ ആണെങ്കിൽ വ്യാസം എത്രയാണ്? 6 സെന്റിമീറ്റർ, 3ന്റെ ഇരട്ടി. ദെൻ ആരം 6 മീറ്റർ ആണെങ്കിലോ വ്യാസം 12 മീറ്റർ ആണ്. സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. 6 മീറ്റർ ആണെങ്കിൽ വ്യാസം എത്രയാണ്? ആരത്തിന്റെ ഇരട്ടി. 6ന്റെ ഇരട്ടി 12. ഇനി വ്യാസമാണ് തന്നിട്ടുള്ളത് 8 സെന്റിമീറ്റർ. വ്യാസം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയാണ്? വ്യാസം എന്ന് പറയുന്നത് വലുതാണ്. 2 ആരങ്ങൾ ചേരുന്നതാണ് വ്യാസം. അപ്പൊ വ്യാസത്തിന്റെ പകുതിയാണ് എന്ത്? ആരം. അപ്പൊ വ്യാസം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി വ്യാസം 12 സെന്റിമീറ്റർ ആണെങ്കിൽ 12 മീറ്റർ ആണെങ്കിൽ ആരം എത്രയാണ്? 12ന്റെ പകുതി എത്രയാണ്? 6 മീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ആരവും വ്യാസവും തമ്മിലുള്ള റിലേഷൻ. 2 ആരങ്ങൾ ചേർന്നാലാണ് വ്യാസം കിട്ടുക. അതുകൊണ്ട് തന്നെ എന്താണ്? ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം, അല്ലെങ്കിൽ വ്യാസത്തിന്റെ പകുതിയാണ് ആരം. കിട്ടിയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ആരം 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണുക എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇത് വിസ്തീർണവും ചുറ്റളവും ഇതേ നമ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ രണ്ടും ഇത് ഈസി ആയിട്ടുള്ളതായതുകൊണ്ടാണ് രണ്ടും ഒരേ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആരം 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എത്ര എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലെ? വിസ്തീർണം ഏരിയ എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ അറിയാം. ആരം നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്കറിയാം. ആർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ആറിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10ന്റെ സ്ക്വയർ അല്ലെ? 10 × 10 ആണ് 10 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര കിട്ടി? പൈ × 10 × 10 എത്രയാണ്? 100 പൈ എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ പൈയുടെ രൂപത്തിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഓപ്ഷനിൽ 100 പൈ അങ്ങനെയാണ് മിക്കവാറും കൊടുക്കുക. 100 പൈ എന്ന് തന്നെ ഉണ്ടാവും. ഇനി സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ PSCക്ക് തന്നെ ചിലപ്പോൾ നമ്പേഴ്സൊക്കെ എന്താണ് നമ്മൾ പൈയുടെ വാല്യൂ ഒക്കെ ഇട്ടുകൊടുത്ത് ചെയ്തിട്ടൊക്കെയാണ് ആൻസർ എഴുതിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ നോക്കുക. പൈയുടെ വാല്യൂ എത്ര കൊടുക്കാം? 22/7 കൊടുക്കാം, അല്ലെങ്കിൽ 3.14 കൊടുക്കാം. അത് നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 100 പൈ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരം 6 തന്നിട്ടുണ്ട്. എന്താണ്? ഏരിയ കാണാൻ, വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. ആറിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. ആൻസർ എത്ര കിട്ടി? 100 പൈ എന്ന് കിട്ടി. അടുത്തതും അതുപോലെ തന്നെയാണ് ചുറ്റളവ്. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr അല്ലെ? ചുറ്റളവ് അല്ലെങ്കിൽ വൃത്തപരിധി എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ചുറ്റളവിന് പകരം വൃത്തപരിധി. വൃത്തപരിധി അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവാണ്. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ്. 2πr. അപ്പൊ അതിലും എന്ത് ചെയ്യുക? ആറിന്റെ വാല്യൂ എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ ഇത് ഇട്ട് കൊടുക്കുക. 2 × പൈ × r എത്രയാണ്? 10. അപ്പൊ 10 × 2 എത്രയാണ്? 20. പൈ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ എഴുതി 20 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആരം തന്നിട്ട് വിസ്തീർണം കാണാനും ചുറ്റളവ് കാണാനും ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിൽ ആറിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഓപ്ഷൻ നോക്കുക, പൈയുടെ രൂപത്തിലാണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ടിക്ക് ചെയ്യാമെന്ന് മാത്രം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, വ്യാസം 18 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണണം, ചുറ്റളവും കാണണം. ഓക്കെ, വ്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നേരത്തെ ആരം തന്നപ്പോൾ നമ്മൾ നേരത്തെ എന്താണ്? ആറിന്റെ വാല്യൂ അതിൽ ഇട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് എന്താണ്? വ്യാസമാണ് തന്നിട്ടുള്ളത്. അപ്പൊ വ്യാസം തന്നാൽ നമുക്ക് ആരം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ആദ്യം വിസ്തീർണത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. A = പൈ ആർ സ്ക്വയർ ആണ് അല്ലെ? വിസ്തീർണത്തിന്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്.
അപ്പോൾ ഇതിൽ 6 നമുക്ക് വേണ്ടത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വ്യാസം ഡയമീറ്റർ d തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ. വ്യാസം 18 ആണെങ്കിൽ ആരം എത്രയാണ്? വ്യാസത്തിന്റെ പകുതിയാണ് ആരം അല്ലേ? അപ്പൊ നമുക്ക് 6ന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? വ്യാസം 18 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് ആരം, അതായത് 9 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് ആരം. ഓക്കെ, അപ്പൊ 6 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? നമുക്ക് 6ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ആരമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ഇട്ട് കൊടുക്കുക, വ്യാസമാണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ എന്തായി? ആരം കിട്ടി. ഇനി എന്ത് ചെയ്യുക? അതിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ പൈ ആർ സ്ക്വയറിൽ ഇട്ട് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു സ്ക്വയർ, 9 ഇൻറ്റു 9 എത്രയാണ്? 81 പൈ എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഞാൻ നേരത്തെ അവിടെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ വിട്ടുപോയി, അതും കൂടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. നമ്മൾ വിസ്തീർണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ എഴുതാൻ വിട്ടുപോയതാണ്, ഒന്ന് എഴുതി വെക്കുക. അടുത്തത് നോക്കാം, ചുറ്റളവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൃത്തപരിധി അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ് അല്ലേ? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ 2πr ആണ്. 2πrലും നമുക്ക് 6 ആണ് വേണ്ടത്. ഇവിടെ വ്യാസം 18 ആയതുകൊണ്ട് ആരം എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ ഇത് ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എത്ര? 9 ഇട്ട് കൊടുക്കുക. അപ്പോൾ 9 ഇൻറ്റു 2 എത്രയാണ്? 18 പൈ. ചുറ്റളവായതുകൊണ്ട് സെന്റിമീറ്റർ എന്ന് തന്നെ വരും. വിസ്തീർണത്തിൽ മാത്രമാണ് സെന്റിമീറ്റർ സ്ക്വയർ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. വ്യാസം തന്നിട്ട് നമുക്ക് വിസ്തീർണവും ചുറ്റളവും കാണാൻ ചോദിച്ചാൽ വ്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ആരം കിട്ടും. ആ ആരത്തിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ തറവായിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചോളും. ഓക്കെ ആണല്ലോ? കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കാം, വൃത്തത്തിന്റെ വിസ്തീർണം 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിൽ അതിന്റെ വ്യാസം എന്ത്? വ്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വിസ്തീർണം. നമ്മൾ ഇത്രയും നേരം ആരം തന്ന് വിസ്തീർണം കാണുന്നത്, അതുപോലെ വ്യാസം തന്നിട്ട് വിസ്തീർണം കാണുന്നതാണ് പഠിച്ചത്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നു വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കാണണം? വ്യാസം കാണണം. അപ്പോൾ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അതാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ത്? 144 പൈ. ഓക്കെ, ഇനി ചുറ്റളവാണ് തന്നിട്ട് ഇതുപോലെ ചോദിക്കുന്നതെങ്കിൽ ചുറ്റളവിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ഇസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വിസ്തീർണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 144 പൈ എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈക്വൽ സൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലത്തെ കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ? പൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2 പൈയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താണുള്ളത്? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144. നമ്മൾ കൃത്യംഗങ്ങൾ പഠിച്ചപ്പോഴും സ്ക്വയറിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴും സ്ക്വയർ റൂട്ട് പഠിച്ചപ്പോഴും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ നമുക്ക് തന്നിട്ട് 6 കാണണമെങ്കിൽ ഈ സംഖ്യയുടെ റൂട്ട് കണ്ടാൽ മതി അല്ലേ? റൂട്ട് 144 ആണ്. 144 എന്ന് പറയുന്നത് ഏതിൻ്റെ റൂട്ടാണ്? 12 അല്ലേ? 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു 12 എന്ന് കിട്ടി. ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വ്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. വ്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ വ്യാസം d സമം ആരത്തിൻ്റെ ഇരട്ടി, 12ന്റെ ഇരട്ടി എത്രയാണ്? 24 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് ചെയ്തത്. നമുക്ക് തന്നിരിക്കുന്നത് വിസ്തീർണമാണ്, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വ്യാസമാണ്. അപ്പോൾ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ. അപ്പോൾ വിസ്തീർണത്തിന്റെ ഇക്വേഷനായ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള വിസ്തീർണം 144 പൈ എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. 2 പൈയും ക്യാൻസൽ ചെയ്തു. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 എന്ന് കിട്ടി. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 144 ആയിരിക്കും. എന്ന് വെച്ചാൽ ആർ എന്ന് പറയുമ്പോൾ 12. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. ഇതിൻ്റെ ഈ ഏത് സംഖ്യ, റൂട്ടിനകത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർ ഈക്വൽ ടു 12 ആണ്. 6 12 ആയാൽ
വ്യാസം എത്രയാണ്? അതിൻ്റെ ഇരട്ടി 24 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വിസ്തീർണം തന്നിട്ട് വ്യാസം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ചുറ്റളവാണെങ്കിലോ ഇവിടെ പൈ ആർ സ്ക്വയറിന് പകരം 2πr എന്ന് ഇട്ട് കൊടുക്കുക. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. പയ്യും ക്യാൻസൽ ചെയ്യുക. ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഇടുക. 6 കണ്ടുപിടിക്കുക. ദെൻ വ്യാസം കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 616 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? വിസ്തീർണം തന്നിട്ട് ചുറ്റളവ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വിസ്തീർണത്തിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 6 കണ്ടുപിടിക്കാം. 6 കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കാം? ചുറ്റളവ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ അതുപോലെ ഒന്ന് ശ്രമിക്കാം. 616 ചതുരശ്ര മീറ്റർ ആണ് നമുക്ക് ചുറ്റളവ് തന്നിട്ടുള്ളത്. വിസ്തീർണം തന്നിട്ടുള്ളത്. വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 616 ചതുരശ്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 616 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ അറിയാം? പൈയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെ? പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് 6 ആണ്. കാരണം എന്താ? 6 കിട്ടിയാലാണ് നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും കൂടെ അറിയണം. അപ്പൊ പൈ ആർ സ്ക്വയർ = 616. 6 കണ്ടുപിടിച്ചാലാണ് നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ 6 സ്ക്വയറിനെ ഇവിടെ നിർത്തി, കണ്ടുപിടിക്കേണ്ട കാര്യത്തിന് അവിടെ നിർത്തി. 616 ഇവിടെ ഉണ്ട്. ഈ പൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ് അല്ലെ? പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. അത് നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ 22/7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഞാൻ ഇവിടെ താഴെയിട്ട് ഒന്നും കൂടെ എഴുതാം. ആർ സ്ക്വയർ ഇവിടെ ഉണ്ട്. പൈയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ 616 ഇവിടെ ഉണ്ട്. 22/7 എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? തിരിയും അല്ലെ? 7/22 എന്നുള്ളതാവും. ഒരു ഭിന്നസംഖ്യയെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താവും? അത് നേരെ തിരിയും. 22/7 എന്നുള്ളത് 7/22 എന്ന ഫോമിലോട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇത്രയും കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 22ഉം 616 കൂടെ വെട്ടാം അല്ലേ? 2 കൊണ്ട് വെട്ടാലോ? 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം, 11 എന്ന് വന്നു. ഇവിടെ 6ൽ 2 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 1ൽ പോകില്ല എന്ന് കാണുമ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. 16ൽ 2 8 പ്രാവശ്യം. ഓക്കെ, ഇനി 11ഉം 308ഉം 11ഉം 308ഉം കൂടെ വെട്ടാലോ? 11ൽ 11 ഒരു പ്രാവശ്യം. 30ൽ 11 എത്ര പ്രാവശ്യം പോകും? 2 11 22 അല്ലേ? അപ്പോൾ 2 11 22. ബാക്കി എത്രയുണ്ട്? 8 ബാക്കിയുണ്ട്. 8ഉം 8ഉം അപ്പോൾ 88 ഉണ്ട്. 88ൽ എത്ര പ്രാവശ്യം പോകും? 11 8 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ 28. ഇങ്ങനെ വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ നോക്കി പഠിക്കാട്ടോ. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 28ഉം 7ഉം 28 × 7 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 28 × 7 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ എഴുതാം കേട്ടോ. 28 × 7 7 8 56. 5 ശിഷ്ടമുണ്ട്. 2 7 14. 14ഉം 5ഉം എത്രയാണ്? 19. 196 സെന്റിമീറ്റർ എന്ന് കിട്ടി. എന്ത്? ആർ സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയർ ആണ് 196. അപ്പം നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ സ്ക്വയർ 196 ആണ്. അപ്പം 6 എന്ന് പറയുന്നത് √196 ആയിരിക്കും അല്ലേ? 6 എന്ന് പറയുന്നത് √196 ആണ്. ഏത് സംഖ്യയുടെ റൂട്ടാണ് 196? 14. നമ്മൾ സ്ക്വയർ ഒക്കെ കാണാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ്? 14 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. വിസ്തീർണത്തിന്റെ പൈ ആർ സ്ക്വയറിൽ നമ്മൾ ഇട്ട് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. ദെൻ ആർ സ്ക്വയറിനെ അവിടെ നിർത്തി. ഈ പൈയുടെ വാല്യൂ അപ്പുറത്ത് പോയപ്പോൾ 7/22 എന്നായി. വെട്ടിച്ചെറുതാക്കി നമുക്ക് 196 എന്നുള്ളത് ആർ സ്ക്വയർ കിട്ടി. ആർ സ്ക്വയർ 196 ആണെങ്കിൽ ആർ എത്രയാണ്? √196 = 14 സെന്റിമീറ്റർ എന്ന് കിട്ടി. 14 സെന്റിമീറ്റർ കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം? ചുറ്റളവ് കണ്ടൂടെ? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ് അല്ലെ? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. അപ്പോൾ 2πrൽ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 2 × π × ആറിൻ്റെ വാല്യൂ എത്രയാണ്? 14. 14ഉം കൂടെ ഇട്ട് കൊടുത്തു. 14 × 2 എത്രയാണ്? 28 π. ചുറ്റളവായതുകൊണ്ട് സെന്റിമീറ്റർ. 28 π എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ.
ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതാണോ തന്നിട്ടുള്ളത്, വിസ്തീർണമാണ് തന്നിട്ടുള്ളത്, അപ്പം നമ്മൾ എന്ത് ചെയ്തു, വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എഴുതുക, ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും 6 കണ്ടുപിടിക്കുക. 6 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകിൽ പൈയുടെ ടേമിലാണ് നമുക്ക് ആൻസർ എങ്കിൽ പൈയുടെ വാല്യൂ അങ്ങനെ തന്നെ ഇടാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ എന്താണ് 6 കണ്ടുപിടിക്കണം. നമ്മൾ പൈയുടെ വാല്യൂ 22/7 ഇട്ട് കൊടുത്തു, അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം എന്താണ്, ഇവിടെ പൈയുടെ ടേമിലല്ല നമുക്ക് വിസ്തീർണം തന്നിട്ടുള്ളത് അല്ലേ, 616 ചതുരശ്ര മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ പൈ ഇല്ല, അപ്പോൾ പൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പൈ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മൾ പൈയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്തു. അതിനുശേഷം അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി വെട്ടിച്ചെറുതാക്കി. R² 196, R എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ കിട്ടി. 6 കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവ് കാണാൻ 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ എത്ര കിട്ടി, 28 പൈ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. കാരണം എന്താണ്, 28 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ്. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്, 22/7 ആണ്. അപ്പോൾ ഇത് വെട്ടിച്ചെറുതാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 7 28ൽ എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം പോകും. അപ്പോൾ 4 × 22 എത്രയാണ്, 88 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ചുറ്റളവ് 88 സെൻറ്റിമീറ്റർ. പൈയുടെ ടേമിലാണെങ്കിൽ 28 പൈ എന്ന് എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് 22/7 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ എന്തുകൊണ്ടാണ് 3.14 ഇട്ട് കൊടുക്കാതിരുന്നത്, ഇവിടെ 28 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ്. അപ്പോൾ 22/7 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് 7നെ കറക്റ്റായിട്ട് വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകൾ വരുവാണെങ്കിൽ നമുക്ക് 22/7 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തിട്ട് വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 88 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. ഒരു വൃത്തത്തിൻ്റെ ആരം 2 മടങ്ങായാൽ അതിൻ്റെ വിസ്തീർണം എത്ര മടങ്ങാവും? ഓക്കെ, അപ്പോൾ ഇതിനൊരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ ആ എളുപ്പവഴി പറയുന്നതിന് മുന്നേ ആ എളുപ്പവഴി എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കറിയണ്ടേ. ഇവിടെ നോക്കുക, ഒരു വൃത്തത്തിൻ്റെ ആരം 2 മടങ്ങായാൽ, അപ്പോൾ സാധാരണ വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താണ്, 6 വൃത്തത്തിൻ്റെ ആരം. അത് 2 മടങ്ങ് ആയി എന്ന് വിചാരിക്കുക. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 6 അല്ലേ. എക്സ് 2 മടങ്ങായി എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ 6 2 മടങ്ങായി എന്ന് പറഞ്ഞാൽ 2 6. 2 മടങ്ങാവാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 4 മടങ്ങാവാന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഗുണിക്കുക. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആരം എന്ന് പറയുന്നത് 2 മടങ്ങായാൽ വിസ്തീർണം എത്ര മടങ്ങാവും? അപ്പോൾ 6 എന്ന് പറയുന്ന ആരമായിരിക്കുമ്പോഴത്തെ വിസ്തീർണം എത്രയാണ്, πr² ആണ് അല്ലേ. 6 എന്ന് പറയുന്ന ആരമുണ്ടായിരിക്കുന്ന സമയത്ത് വിസ്തീർണം πr² ആണ്. ഇനി 6 എന്ന് പറയുന്നത് 2 മടങ്ങാവുമ്പോൾ അല്ലേ, 2 6 ആവുമ്പോൾ വിസ്തീർണം എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 6ന്റെ സ്ഥാനത്ത് നമുക്ക് 2 6 എന്ന് ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ. 2 6 ആകുമ്പോഴുള്ള വിസ്തീർണമാണ്. അപ്പോൾ πr² സ്ഥാനത്ത് π × 2 മടങ്ങായ ശേഷമുള്ള വിസ്തീർണം എന്തായിരിക്കും, 2r² എന്ന് വരും ആണല്ലോ. ആരം 2 മടങ്ങായി അല്ലേ, അപ്പോൾ 2 6 ആയി, അതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ എന്ത് വരിക, വിസ്തീർണം വരിക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ഹോൾ ഇട്ടിട്ട് സ്ക്വയർ വന്നാൽ 2 സംഖ്യയ്ക്കും എന്താണ്, സ്ക്വയർ ബാധകമാണ് എന്നാണ്. അപ്പോൾ π × 2ന്റെ സ്ക്വയർ 4 × r² അല്ലേ. അപ്പോൾ ഇതിന് നേരെ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 4 πr² എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 6 ആയിരുന്നപ്പോൾ വിസ്തീർണം πr² ആണ്. ആ 6 2 6 ആയപ്പോൾ അതിൻ്റെ വിസ്തീർണം നമുക്ക് കിട്ടിയത് എത്രയാണ്, 4 πr² ആണ്. 6 ആയിരുന്നപ്പോഴത്തെ വിസ്തീർണം πr², 2 6 ആയി മാറിയപ്പോൾ അതായത് ആരം 2 മടങ്ങായപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്രയാണ് കിട്ടിയത്, 4 πr² ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ ആണ് എന്ത്, 4 അല്ലേ. അപ്പോൾ വിസ്തീർണം എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്താണ്, 4 മടങ്ങാകും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അല്ലേ. 4 മടങ്ങാകും. വിസ്തീർണം എത്ര മടങ്ങാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരം 2 മടങ്ങാകുമ്പോൾ വിസ്തീർണം എത്ര മടങ്ങാവും? സാധാരണ ആരമായിരിക്കുമ്പോൾ വിസ്തീർണം πr². 2 മടങ്ങായപ്പോൾ 2 6 ആയപ്പോൾ അതിൻ്റെ വിസ്തീർണം നമ്മൾ കണ്ടുപിടിച്ച് 4 πr². 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 6 ആണ്. അപ്പം 4 മടങ്ങ് എന്ന് പറയുന്നതാണ് 4 πr² എന്ന് പറയുന്നത് അല്ലേ. 4 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 മടങ്ങ്. അപ്പോൾ വിസ്തീർണം 4 മടങ്ങാകും. അപ്പോൾ നമുക്കിവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ ആരം എത്ര മടങ്ങാകുന്നോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്, വിസ്തീർണം. അതായത്
ആരം 2 മടങ്ങായാൽ വിസ്തീർണം 4, 2ന്റെ സ്ക്വയർ. ഇനി ആരം 3 മടങ്ങായാൽ വിസ്തീർണം എന്താണ്? 3ന്റെ സ്ക്വയർ 9 മടങ്ങാവും. ആരം 5 മടങ്ങാണ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം എത്രയാവും? 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വന്നത്? ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ചെയ്ത് നോക്കണം. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 6 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. എന്താണ്? ആരം എത്ര മടങ്ങാകുന്നോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? വിസ്തീർണം എത്ര മടങ്ങാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആരം 2 മടങ്ങായാൽ വിസ്തീർണം 4 മടങ്ങ്. ആരം 3 മടങ്ങായാൽ വിസ്തീർണം അതിൻ്റെ സ്ക്വയർ 9 മടങ്ങ്. ഓക്കെ, ആരം 5 മടങ്ങായാൽ അതിൻ്റെ സ്ക്വയർ 10 മടങ്ങ്, 25 മടങ്ങ്. ആരം 10 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര മടങ്ങാവും? 10ന്റെ സ്ക്വയർ 100 മടങ്ങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരം എത്ര മടങ്ങാവുന്നോ അതിൻ്റെ സ്ക്വയർ ആണ് എന്ത്? വിസ്തീർണം വരും. ഇപ്പോൾ 2 ആണെങ്കിൽ 2ന്റെ സ്ക്വയർ, 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ, 5 മടങ്ങാണെങ്കിൽ 5ന്റെ സ്ക്വയർ. കിട്ടിയല്ലോ? മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണം എത്ര? 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ, സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ആണ്. അതായത് 4 വശവും തുല്യമായിട്ടുള്ള ഒരു, അല്ലേ, 4 വശവും തുല്യമായിട്ടുള്ളതിനെയാണ്. ഇതിപ്പോൾ തുല്യമാണോ എന്ന് എനിക്കറിയില്ല, തുല്യമാണെന്ന് വിചാരിക്കാം കേട്ടോ. അതായത് ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെൻറ്റിമീറ്റർ ആണ്, ഇതും 10 സെൻറ്റിമീറ്റർ ആണ്, ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. അതാണ് അതിൻ്റെ മീനിങ്, അല്ലേ? അപ്പോൾ 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ നമ്മൾ സമചതുരം വരച്ചു. ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തം, ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരയ്ക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു ചതുരം എടുത്താൽ അതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വൃത്തം വരയ്ക്കാം, അല്ലെ? ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ 4 വശങ്ങളിലും മുട്ടിച്ച് വരയ്ക്കുന്ന വൃത്തമായിരിക്കും ഏറ്റവും വലിയ വൃത്തം. അതായത് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നത്, ഞാൻ വരച്ചാൽ അത് വൃത്തമാകുമോ എന്ന് എനിക്കറിയില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 4 വശങ്ങളിലും മുട്ടിച്ച് വരയ്ക്കുന്ന ഈ വൃത്തമായിരിക്കും ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം. ഓക്കെ, അത് വൃത്തമായിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചതുരത്തിനകത്ത്, ഈ സമചതുരത്തിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ 4 വശങ്ങളിലും മുട്ടിച്ച് വരയ്ക്കാൻ പറ്റുന്നത്. ഇതിലും വലുത് വരയ്ക്കാൻ പറ്റില്ല, അപ്പോഴേക്കും നമുക്ക് എന്താണ്? പുറത്തു പോകും, അല്ലേ? അപ്പോൾ ഈ സമചതുരത്തിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നത് ഈ 4 വശങ്ങളിലും ഇങ്ങനെ മുട്ടിച്ച് വരയ്ക്കുന്ന ഈ വൃത്തം തന്നെയാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി ഈ വശം തന്നിട്ടുണ്ട്, അല്ലേ? സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ലൈൻ എത്രയായിരിക്കും? അതും 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കില്ലേ? സമചതുരമാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഒരേപോലെയാണ്. ഞാൻ വരച്ചപ്പോൾ ഒരുപോലെ ആയിട്ടില്ല, പക്ഷെ അത് അങ്ങനെയാണ്, അല്ലേ? അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്. ഇത് 10 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ അതും എന്താണ്? അതും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഇവിടെ ഒരു ലൈൻ വരച്ചാൽ അതും എന്ത് തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ, സെന്ററിലൂടെ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനിനെ പറയുന്ന പേരെന്താണ്? വ്യാസം, അല്ലേ? അപ്പോൾ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? ആ ചതുരത്തിന്റെ വശത്തിന്റെ നീളത്തിന് തുല്യമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ വ്യാസം D എന്ന് പറയുന്നത് നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം പറയുമ്പോൾ ഈ ചിത്രം നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോഴാണ് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ആ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന വശം തന്നെയായിരിക്കും നമ്മുടെ വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഈ വശം 10 ആണെങ്കിൽ ഇതും 10 ആണ്, ഇതും 10 ആണ്. ഇവിടെ വരയ്ക്കുന്ന എല്ലാ ലൈനുകളും 10 ആയിരിക്കും. ഇനി ഇങ്ങനെ നീളം വരച്ചാലും അതും എന്തായിരിക്കും? 10 തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ആ വരയെ, അതായത് വ്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്?
10 സെന്റിമീറ്റർ തന്നെയാണ്. വ്യാസം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയാണ്? ആരം അതിൻ്റെ പകുതി, അതായത് 5 സെന്റിമീറ്റർ ആയിരിക്കും ആരം. വ്യാസം 10 ആണെങ്കിൽ ആരം നമുക്ക് കിട്ടി 5 സെന്റിമീറ്റർ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വിസ്തീർണം. ആരം കിട്ടിക്കഴിഞ്ഞാൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 5ആണ്, 5ൻ്റെ സ്ക്വയർ, അതായത് എത്രയാണ്? 25 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടി, സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമായതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ, ഒരു സമചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ വശങ്ങളിലെല്ലാം മുട്ടിച്ച് വരയ്ക്കുന്ന വൃത്തമാണ്. ആ വശം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ആ വൃത്തത്തിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. വ്യാസം 10 സെൻറ്റിമീറ്റർ ആയാൽ ആരം 5 സെൻറ്റിമീറ്റർ ആണ്. ആരം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വിസ്തീർണം പൈ ആർ സ്ക്വയറിൽ നമ്മുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 25 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. ഒരു വൃത്തത്തിലൂടെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൻ. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ്, ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വൃത്തത്തിലെ, ഇത് വൃത്തമായിട്ടില്ല, ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, ക്ഷമിക്കാട്ടോ. അപ്പോൾ ഒരു വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഏതൊരു ലൈൻ, ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന, അതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലേ, ഇങ്ങനെ വരയ്ക്കാം. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട്, വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന എല്ലാ വരകളെയും നമുക്ക് എന്ത് വിളിക്കാം? ഞാൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വൃത്തത്തിലൂടെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഞാണുകൾ വരച്ചു, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വരച്ചാലും അതെല്ലാം ഞാനാണ്. പക്ഷെ അതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൻ ഏതാണ്? നമ്മുടെ ഇവിടെ വൃത്തത്തിൻ്റെ കേന്ദ്രമുണ്ടെങ്കിൽ ഈ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ നമുക്കൊരു വര വരച്ചാൽ അതും എന്താണ്? ഞാൻ തന്നെയാണ്. അതിനെ നമ്മൾ എന്ത് പറയും? വ്യാസം എന്ന് പറയും, അല്ലേ? വൃത്തത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന വരയെ നമ്മൾ വ്യാസം എന്നാണ് പറയുന്നത്. ഈ വ്യാസം എന്ന് പറയുന്നതും എന്താണ്? ഒരു ഞാനാണ്. കാരണം ഞാനിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വൃത്തത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന എല്ലാ വരകളും ഞാനാണ്. അപ്പോൾ കേന്ദ്രത്തിലൂടെ ആണെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വ്യാസവും എന്ത് തന്നെയാണ്? ഒരു ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ വ്യാസമല്ലേ ഏറ്റവും വലിയ ഞാൻ? ബാക്കിയുള്ളത് എവിടെ നിന്ന് എങ്ങനെ വരച്ചാലും ഈ വ്യാസത്തിൻ്റെ അത്രയും ലെങ്ത് കിട്ടും? ഇല്ല. അപ്പോൾ ഒരു വൃത്തത്തിലൂടെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യാസം അഥവാ ഡയമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ ഏതൊരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന എല്ലാ വരകളും ഞാനുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഞാൻ ഏതാണ് ഒരു വൃത്തത്തിൽ വരയ്ക്കാൻ പറ്റുന്നത്? വ്യാസം. വ്യാസം എന്ന് പറയുന്നത് ഒരു ഞാനാണ്. കാരണം വൃത്തത്തിൻ്റെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പക്ഷെ അത് കേന്ദ്രത്തിലൂടെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മൾ അതിന് വ്യാസം എന്ന് വിളിച്ചു. അതും എന്താണ്? വ്യാസവും ഒരു ഞാനാണ്. ഓക്കെ, വൃത്തത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാനാണ് എന്ത്? വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ, റേഡിയസ് എന്താണ്, അല്ലേ, ഡയമീറ്റർ എന്താണ്, ഞാൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനൊക്കെ ആൻസർ കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, എന്താണ്? ഒരു സർക്കിൾ എടുത്താൽ അതിൻ്റെ ടോട്ടൽ ആംഗിൾ, ഒരു വൃത്തത്തിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുപോലെ സെമി സർക്കിൾ, അതായത് വൃത്തത്തിനെ പകുതിയാക്കിയാൽ സെമി സർക്കിൾ, ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 180 ഡിഗ്രി ആയിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രൊട്രാക്ടർ എടുത്താൽ അതിൻ്റെ ആംഗിൾ എത്രയാണ്? 180. അതെന്താണ്? സെമി സർക്കിൾ അല്ലേ? അപ്പോൾ ഒരു സെമി സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി, ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ആയിരിക്കും. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.